പിന്നെയും ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഇന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയ വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹാനോക്കിനെ കുറിച്ച് പഠിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഇന്നും മറ്റൊരു ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യമാണ് ഈ പ്രത്യേക സന്ദർഭം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. എല്ലാ മനുഷ്യരും മരിക്കുന്നു, എന്നാൽ മരണം കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ 2 പേർക്ക് മാത്രമേ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് ഹാനോക്കും മറ്റേത് ഏലിയാവുമാണ്. ദൈവമക്കളായ നമുക്ക് ഈ 2 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടറിയാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. ഹാനോക്കിനെ പറ്റി ഒരു എഴുത്തുകാരൻ പറയുന്നത്, ഹാനോക്കും ദൈവവും കൂടി ഒരുമിച്ച് നടന്ന് ഒരു ദിവസം സ്വർഗത്തിൽ ദൈവഭവനത്തിലെത്തി. ഇനി നീ പോകണ്ട എന്ന് പറഞ്ഞ് ദൈവം ഹാനോക്കിനെ സ്വർഗത്തിൽ സ്വീകരിച്ചു എന്നാണ് കാണുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സകലത്തിനും അവകാശമുണ്ടെന്നതാണ്. ആയതിനാൽ തന്നെ പ്രിയരെ, ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി സ്ഥലമൊരുക്കിയിരിക്കാൻ പോവുകയാണ്. അവൻ താമസ്യമേനെ ഇതാ വേഗം വരുന്നു. ഇന്ന് നാം ഓരോരുത്തരും ആ സ്ഥലത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. കർത്താവ് മേഘാരൂഢനായി വന്ന് നമ്മെ ചേർക്കുവാൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ പോകാൻ കഴിയും. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായ ഈ കാലയളവിൽ നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, കർത്താവിന് വേണ്ടി ജീവിക്കാം. അവൻ്റെ മഹത്വ പ്രത്യക്ഷത്തിൽ നാമും എടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ അതിന് ഒരുക്കമിട്ടുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാൻ എല്ലാ ശ്രോതാക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.